കോവിഡ് ലോകം മുഴുവൻ അറ്റാക്ക് ചെയ്തല്ലോ. അപ്പോൾ എനിക്കും ഒരു ചെറിയ അസുഖം അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നെ സാരമായി ബാധിച്ചു. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം നമ്മുടെ ഗ്രാമത്തിൽ നമ്മുടെ നാടിനായിട്ടും നമ്മുടെ നാട്ടുകാർക്കായിട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ഉത്തരവാദിത്വ ബോധം എന്നിൽ ഭയങ്കരമായിട്ട് കൂടി. ഇനിയുള്ള ലോകം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഹസ്ബൻഡും വൈഫും ആണെങ്കിൽ തന്നെ രണ്ടുപേർക്കും ചിലപ്പോൾ ഒരു മരുന്ന് കഴിച്ചാൽ മാറിക്കൊള്ളുന്നത്. ആയുർവേദം എന്ന് പറയുന്നത് ശരിക്കും ഒരു പേഴ്സണലൈസ്ഡ് മെഡിസിനാണ്. ആയുർവേദത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും കൃത്യമായി മനസ്സിലാക്കി ഞങ്ങളൊരു സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റെ സിസ്റ്റേഴ്സും ഫ്രണ്ട്സും കസിൻസും ഒക്കെ ചോദിച്ചു, നിനക്ക് വല്ല ഭ്രാന്തുണ്ട്, നിനക്ക് അവിടെ സുഖമായിട്ട് തിരിച്ചല്ലാണ്ടിരുന്നാൽ പോരെ. അതും കോവിഡ് സമയത്ത് ഒരു മനുഷ്യൻ റോട്ടിൽ പോലും ഇല്ല. നമ്മുടെ മരുന്ന് കഴിച്ച് അവരുടെ ഒരു 10ഓളം പേരുടെ, ആ ഫാമിലിയിലെ 10ഓളം പേരുടെ അസുഖങ്ങൾ മാറിക്കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു ബിൽഡിങ് ഞങ്ങൾക്ക് വിട്ടു തരികയും. കൊയിലാണ്ടിൽ അങ്ങനെയാണ് ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. നമസ്കാരം, ഞാൻ അന്ന സുസൻ. സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 5 വർഷങ്ങൾക്ക് മുന്നേ ആലുവയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ 2 ഷട്ടർ മുറിയിൽ 2 എംപ്ലോയീസുമായി തുടങ്ങിയൊരു പ്രസ്ഥാനം ഹെർബലി ടച്ച്. ഇന്ന് 5 വർഷങ്ങൾക്കിപ്പുറം വിനോദ് പീതാംബരൻ എന്ന് പറയുന്ന ആ സംരംഭകൻ ഇരിക്കുന്നത് 500 എംപ്ലോയീസിന് ജോലി കൊടുക്കുന്ന ഒരു സംരംഭകനായിട്ടാണ്. അതിനേക്കാൾ ഉപരി ലോകം മുഴുവൻ കസ്റ്റമേഴ്സുള്ള 12 ലക്ഷത്തിലധികം ആളുകൾക്ക് അവർക്ക് സംതൃപ്തി നൽകുന്ന ഒരു പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ 400-ലധികം പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്ത ഒരു സംരംഭകൻ. അദ്ദേഹത്തിൻ്റെ ആ ഒരു സംരംഭക ജീവിതത്തിൽ അദ്ദേഹം ടച്ച് ചെയ്തിരിക്കുന്നത് ഒരുപാട് പേരുടെ വേദനകളെയാണ്, വിഷമങ്ങളെയാണ്, സന്തോഷങ്ങളെയാണ്. നമുക്കിന്ന് അടുത്തറിയാം വിനോദ് എന്ന് പറയുന്ന സംരംഭകനെ. അതിനേക്കാൾ ഉപരി വിനോദ് എന്ന് പറയുന്ന നല്ലൊരു മനുഷ്യസ്നേഹിയെ. വിനോദേട്ടാ, സ്വാഗതം സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിലേക്ക്. എല്ലാവരോടും പറയുന്നത് പോലെ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഒരു ബ്രാൻഡ് സ്റ്റോറി പറയാൻ വേണ്ടി നമ്മുടെ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അതൊരു ഭയങ്കര അഭിമാനമായ നിമിഷമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെ നമുക്ക് ഈ എപ്പിസോഡ് തുടങ്ങാം. ഞാൻ പറഞ്ഞു ആലുവയിലാണ് സ്വദേശം എന്ന്. ആലുവയിൽ എവിടെയാണ് പ്രോപ്പർ? ഞങ്ങൾ ആലുവയ്ക്കടുത്ത് കുറുമശ്ശേരി എന്ന് പറഞ്ഞ ഗ്രാമമാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. ചെറിയൊരു ഗ്രാമം. കുറുമശ്ശേരി, പറമ്പശ്ശേരി, ഈ 2 ഗ്രാമങ്ങളും ലിങ്ക് ചെയ്ത് കിടക്കുന്നതാണ്. ഓക്കെ. ജനിച്ചതും പഠിച്ചതും എല്ലാം അവിടെ തന്നെ? ജനിച്ചതും പഠിച്ചതും ചിറങ്ങര എന്ന് പറഞ്ഞ ഒരു ഗ്രാമമാണ്. തൊട്ട് അടുത്ത് തന്നെയാണ്, അങ്കമാലിക്ക് തൊട്ടപ്പുറം. അതിനുശേഷം കുറുമശ്ശേരിയിലേക്ക് സെറ്റിലായതാണ് ഞങ്ങൾ. ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നതിന് മുന്നേ ഒരു കോർപ്പറേറ്റ് ജീവിതമൊക്കെ ഉണ്ടായിരുന്നല്ലേ? നമ്മൾ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതാണ്. ഞാൻ മുണ്ട് ഷർട്ടൊക്കെ ഇട്ടിരിക്കുന്ന വിനോദേട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ട് കേട്ടപ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഒരു ആലുവയിൽ ജനിച്ചു വളർന്ന, ആലുവയിൽ തന്നെ മുന്നോട്ട് പോയൊരു വ്യക്തി എന്ന കാഴ്ചപ്പാടിനെ മാറ്റിമറിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ ഒരു പഴയ ചരിത്രം നമ്മൾ തേടി വന്നു കഴിഞ്ഞപ്പോൾ അറിയാൻ സാധിച്ചത്. എങ്ങനെയായിരുന്നു ആ ഒരു ജീവിത കാലഘട്ടം? എങ്ങനെയായിരുന്നു? നല്ലൊരു പൊസിഷനിൽ നിന്ന് റിസൈൻ ചെയ്തിട്ടാണ് ഈ ഹെർബലി ടച്ചിലേക്ക് എത്തുന്നത്. എന്തായിരുന്നു ആ ഒരു കരിയർ? എന്തായിരുന്നു? ശരിക്ക് എന്താ പറയുക, എല്ലാവരെയും പോലെ തന്നെ വിധിയുടെ തേരോട്ടങ്ങൾ കുറച്ച് അനുഭവിച്ച ഒരു ചെറിയ കുടുംബം തന്നെയാണ് ഞങ്ങൾ. ഒരു 15-ാമത്തെ വയസ്സിൽ ചെറിയ ചെറിയ കാൽക്കുലേഷൻ മിസ്റ്റേക്കുകൾ കൊണ്ട് ഞങ്ങൾക്ക്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും, ഞങ്ങളുണ്ടായിരുന്ന വീടും എല്ലാം വിറ്റുപോയി. വളരെ വളരെ ബുദ്ധിമുട്ടിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വാടക വീട്ടിലായിരുന്നു പിന്നീടുള്ള താമസമൊക്കെ. അവിടെ നിന്ന് ഞാനും എൻ്റെ അനിയനും നന്നായി പഠിച്ചു. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും എത്രയും പെട്ടെന്ന് ഒരു ജോലി സമ്പാദിക്കണം എന്നുള്ള ലക്ഷ്യമായിരുന്നു. കാരണം നല്ലൊരു വീടും നല്ലൊരു ഫാമിലി മെമ്പേഴ്സൊക്കെയാണ് ഞങ്ങൾ. അവിടുന്ന് പെട്ടെന്നൊരു ഡൗൺ വന്നപ്പോൾ, വന്നപ്പോൾ എന്താ പറയുക, അറിയാലോ അന്നത്തെ കാലഘട്ടങ്ങളും അച്ഛൻ്റെ അമ്മയുടെയും പ്രയാസങ്ങളും ഒക്കെ. പിന്നെ ഞങ്ങൾ ഫൈറ്റ് ചെയ്തു, വിധിക്കെതിരെ ഫൈറ്റ് ചെയ്തു, നന്നായി പഠിച്ചു. അന്ന് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് തുടങ്ങുന്ന സമയമായിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് ചെറിയ ജോലിയൊക്കെ കിട്ടി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഖത്തർ എയർവേസിലേക്ക് കിട്ടി. ഖത്തർ എയർവേസിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് നല്ലൊരു ബ്രേക്ക് വീണ്ടും കിട്ടി. യൂറോപ്യൻ കമ്പനിയായ ഒരു സ്വിസ് കമ്പനിയുടെ ഒരു ലീഡിങ് പൊസിഷനിലേക്ക് എനിക്ക് കയറാൻ പറ്റി. 10 വർഷത്തോളം അവിടെ വർക്ക് ചെയ്തു. ഒരു ഓൾമോസ്റ്റ് ഏഷ്യൻ ഹെഡ് വരെയുള്ള പൊസിഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ എന്താ പറയുക, അച്ഛനും അമ്മയും ഞാനും എൻ്റെ അനുജനും അടങ്ങുന്ന ഒരു കുടുംബം തന്നെയാണ് ഞങ്ങളുടെ 2 പേരുടെ വിവാഹം കഴിഞ്ഞു. ഞങ്ങൾക്ക് കുട്ടികളുണ്ട്. ഞങ്ങളൊരു ട്വിൻ ഹൗസാണ് പണിതതും. ഞങ്ങളൊരുമിച്ച് തന്നെയാണ് താമസിക്കുന്നതും. ഈ 15-ാമത്തെ വയസ്സിൽ നഷ്ടപ്പെട്ട വീട്
അല്ലെങ്കിൽ ആ വാടക വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് മാറുന്ന എത്രാമത്തെ വയസ്സിലാണ് അപ്പോൾ? ശരിക്കും 20 വർഷം എടുത്തു. 20 വർഷം എടുത്തു. 35-ാമത്തെ വയസ്സിലാണ് ഞങ്ങൾ സ്വന്തമായിട്ട് വീട് വെച്ചത്. പിന്നീട് ഓ, അതിനിടയ്ക്ക് സ്ഥലങ്ങളൊക്കെ മേടിച്ചു. പക്ഷെ വീട് വെക്കാനായിട്ട് ഞങ്ങൾ ഒരുപാട് ആലോചിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ട്വിൻ ഹൗസാണ് വെച്ചത്. ഒരുമിച്ച് തന്നെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം അല്ലേ? അതെ അതെ അതെ. അച്ഛനും അമ്മയും ഞങ്ങളുടെ കൂടെ തന്നെയാണ്. അപ്പോൾ അച്ഛനും അമ്മയും ഞങ്ങളുടെ കൂടെ ഉള്ളിടത്തോളം ഞങ്ങൾ ഒരുമിച്ച് തന്നെ നിൽക്കാം എന്നുള്ളൊരു തീരുമാനമാണ്. ഓക്കെ. അങ്ങനെ സ്വിറ്റ്സർലാൻഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കോവിഡ് ലോകം മുഴുവൻ അറ്റാക്ക് ചെയ്തല്ലോ. അപ്പോൾ എനിക്കും ഒരു ചെറിയ അസുഖം അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നെ സാരമായി ബാധിച്ചു. ഓ. അപ്പോൾ ഞാനതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തു 1-2 പ്രാവശ്യം. പക്ഷെ എന്നിരുന്നാലും എന്താ പറയുക, മോഡേൺ മെഡിസിൻസിന് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാനതിൽ വളരെ ഡീപ്പായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് ഞാൻ പോയില്ല. ചിലപ്പോൾ സമയം എടുക്കുമായിരിക്കും. പക്ഷേ എനിക്കതുമൂലം കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഞാൻ എന്തായാലും ലീവ് എടുത്തിട്ടാണ് ആദ്യത്തെ പ്രാവശ്യം ലോങ് ലീവ് എടുത്തിട്ട് ഞാൻ നാട്ടിൽ വന്നു. ഞങ്ങളുടെ തന്നെ ഒരു റിലേഷനിൽപ്പെട്ട ഒരു ആയുർവേദ ഹോസ്പിറ്റലുണ്ട്. തന്നെ എൻ്റെ അങ്കിൾ തന്നെയാണ്. അങ്കിളായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തു. അങ്ങനെ ഞാനതിന് ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു. അപ്പോൾ എനിക്ക് നല്ല ആശ്വാസം തോന്നി. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് കാലയളവിലാണ് ശരിക്കും ഈവൻ നമ്മുടെ ഫാമിലിയിലൊക്കെ ഉള്ളതാണെങ്കിലും ആ ട്രീറ്റ്മെൻറ്റ് കാലയളവിൽ ഞാൻ നമ്മുടെ മരുന്നുകളെക്കുറിച്ചും അങ്കിൾ ഡെവലപ്പ് ചെയ്തതും നമ്മളുടെ കാരണവന്മാർ ഡെവലപ്പ് ചെയ്തതും ഒക്കെ ആയിട്ടുള്ള ഈ മരുന്നുകളെക്കുറിച്ചൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. നമുക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെ. അങ്ങനെ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആ തവണ ഞാൻ ലീവ് കഴിഞ്ഞ് പോയപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ എല്ലാം കൊണ്ടാണ് ഞാൻ സ്വിറ്റ്സർലാൻഡിലേക്ക് പോയത്. പിന്നെ നമ്മളുടെ ഈ ഒരു 20 വർഷത്തെ എക്സ്പീരിയൻസ്, ഇതിനിടയ്ക്ക് 2 മാസ്റ്റർ ഡിഗ്രിയൊക്കെ എടുക്കാൻ എനിക്ക് പറ്റി. നമ്മളുടെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിലുള്ള എക്സ്പീരിയൻസും സ്ട്രാറ്റജീസും മോഡേൺ യുഗത്തിൽ എങ്ങനെ ഈ ആയുർവേദ മെഡിസിൻസ് അല്ലെങ്കിൽ ഹെർബൽ മെഡിസിൻസിന് എത്രത്തോളം ആളുകൾക്ക് ഗുണം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽ ഫീസിബിലിറ്റി ഞാൻ പഠിച്ചു, ഫീസിബിലിറ്റി ചെയ്തു. അങ്ങനെ അതിൽ നിന്ന് കിട്ടിയ ഒരു ഊർജവുമായിട്ട് ഞാൻ നാട്ടിലേക്ക് സെറ്റിലാവാം എന്നൊരു തീരുമാനം എടുത്തു. ഓ, ഇവിടുന്ന് കൊണ്ടുപോയ മരുന്നുകളുടെ ആത്മവിശ്വാസം കൊണ്ട് തിരിച്ചു വരുന്നത് ഇത്രയും വർഷത്തെ നീണ്ട ആ ഒരു കോർപ്പറേറ്റ് ജോലി വേണ്ടാന്ന് വെച്ചിട്ടാണ്. കറക്റ്റ്. കാരണം ഈ കോവിഡ് എന്ന കാലഘട്ടം ഒരുപാട് പേരെ എന്താ പറയുക, എല്ലാവരുടെയും പ്രയോറിറ്റീസിനെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും പ്രയോറിറ്റീസ് മാറിയിട്ടുണ്ട്. അതെ. അപ്പോൾ ആ പ്രയോറിറ്റിയിൽ എൻ്റെയും പ്രയോറിറ്റി മാറി. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം നമ്മുടെ ഗ്രാമത്തിൽ നമ്മുടെ നാടിനായിട്ടും നമ്മുടെ നാട്ടുകാർക്കായിട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ഉത്തരവാദിത്വ ബോധം എന്നിൽ ഭയങ്കരമായിട്ട് കൂടി. ഒരു തോന്നൽ എവിടെന്നോ വന്നു. അപ്പോൾ എൻ്റെ കാരണന്മാരൊക്കെ പറഞ്ഞു വെച്ചാൽ അത് ചിലപ്പോൾ നിയോഗമായിരിക്കും. കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയുള്ള നിയോഗമായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ജോലി റിസൈൻ ചെയ്തോടെ വരികയും നമ്മുടെ ഫാമിലി തന്നെയുള്ള അങ്കിളായിട്ടും ഒക്കെ ഡിസ്കസ് ചെയ്തു. അങ്ങനെ ഞങ്ങളൊരു 3 പേര് ചേർന്നിട്ട് നമ്മൾ ഹെർബലി ടച്ച് ഹെർബ് അലി ടച്ച് എന്നാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം. ഇത് എല്ലാ ഹെർബ്സിൻ്റെയും ഒരു ഹോളി ടച്ച് എന്നുള്ള അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ മീൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഹെർബലി ടച്ച് ആയുർവേദ പ്രൊഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് പേര് വിട്ടു. കമ്പനി സ്റ്റാർട്ട് ചെയ്തു 2020 ഒക്ടോബർ 25-ാം തീയതി കമ്പനി തുടങ്ങി. ഞങ്ങൾ ശരിക്കും ആ കമ്പനി സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയാം. പിന്നെ അതിൻ്റെ ഇൻകോർപ്പറേഷൻ ലൈസൻസ് ഒക്കെ അതിന് ടൈം എടുക്കുമല്ലോ. ചോദിക്കട്ടെ, ഈ ഒബ്വിയസ്ലി നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു ജോലി നിർത്തി തിരിച്ചു വരുന്നൊരു വ്യക്തി 2 രീതിയിൽ നമ്മളിതിനെ നോക്കിക്കാണും. ഒന്ന്, ആ വ്യക്തിക്ക് ഉണ്ടാവുന്നൊരു ഫീല്. 2, നാട്ടുകാർക്ക് ഉണ്ടാവുന്നൊരു ഫീല്. ഇത് 2 ഫീല് വളരെ സിമ്പിളായിരുന്നു. ഏകഭ്രാന്താന്ന് പറഞ്ഞു. ഇത്രയും നല്ലൊരു ഏവിയേഷൻ ജോലിയൊക്കെ കളഞ്ഞിട്ട് നാട്ടിൽ വന്ന് എൻ്റെ സിസ്റ്റേഴ്സും ഫ്രണ്ട്സും കസിൻസും ഒക്കെ ചോദിച്ചു, നിനക്ക് വല്ല ഭ്രാന്തുണ്ടോ, നിനക്ക് അവിടെ സുഖമായിട്ട് സ്വിറ്റ്സർലാൻഡിൽ ഇരുന്നാൽ പോരെ, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റും ഒക്കെ എൻ്റെ അണ്ടറിലായിരുന്നു, എവിടെയെങ്കിലും ഇരുന്നാൽ പോരെ. ഇവിടെ വന്നതും കോവിഡ് സമയത്ത് ഒരു മനുഷ്യൻ റോട്ടിൽ പോലും ഇല്ല. ഞാൻ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞ ആ സ്റ്റാർട്ടിങ് സ്റ്റേജ് ഭയങ്കര രസമായിരുന്നു. കാരണം ഞങ്ങൾ ഈ 2 കടമുറിയൊക്കെ എടുത്ത് നമ്മൾ ബ്രാൻഡൊക്കെ ചെയ്ത് നമ്മുടെ ഈ മെഡിസിൻസിനെ നമ്മളൊന്ന് റീബ്രാൻഡ് ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ വളരെ കൗതുകത്തോടു കൂടിയാണ് നോക്കിയതല്ല, ഇവനെന്താ ഈ ചെയ്യാൻ പോണേ എന്നുള്ളത്. അപ്പോൾ ശരിക്കും നമ്മുടെ ആയുർവേദ മരുന്നുകൾക്ക് അതുവരെ ഉണ്ടായിരുന്ന ഒരു ആക്സെപ്റ്റൻസ് അല്ല ഇതിന് ശേഷം വന്നേക്കുന്നത്. അപ്പോൾ അതിലൊരു പക്ഷേ ഞങ്ങൾക്കും കൂടി അതിലൊരു നല്ല പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഈവൻ നമ്മുടെ സോഷ്യൽ മീഡിയ യൂസേജിലും ഡിജിറ്റൽ പ്രസൻസ് എന്ന് പറയാം അല്ലേ, ആ ഡിജിറ്റൽ പ്രസൻസിൽ ആയുർവേദ മരുന്നുകൾക്ക് നല്ല സ്ഥാനം വന്നിട്ടുണ്ട്.
പിന്നെ ശരിക്കും ആയുർവേദ മരുന്നുകൾ ഒരുപാട് പേർക്ക് ഇത് ലഭ്യമായിരുന്നില്ല. അങ്ങനെയുമുണ്ട്. കാരണം ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ കേൾക്കും, അവിടെ വരുന്നുണ്ട് ഇവിടെയും വരുന്നുണ്ട് എന്നൊക്കെ കേൾക്കും അല്ലേ. അപ്പോൾ ഞങ്ങൾ എന്ത് വെച്ചാൽ ഇതിനെ കറക്റ്റായിട്ടൊരു എന്താ പറയുക, ഒരു ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഫ്ലോ സെറ്റ് ചെയ്തിട്ട് നമ്മളുടെ മരുന്നുകൾ, അതായത് ഗുണനിലവാരമുള്ള മരുന്നുകൾ ആയതുകൊണ്ടാണ് ശരിക്ക് ഞങ്ങളുടെ വിജയത്തിൻ്റെ ബാക്കി സ്ട്രാറ്റജീസും മാർക്കറ്റിങ്ങും ഒക്കെ രണ്ടാമതാണ്. ഇതിൻ്റെ ഗുണനിലവാരമാണ് ശരിക്കും ഞങ്ങളെ ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുന്ന പൊസിഷനിൽ എത്തിച്ചേക്കുന്നതും ഇനി നാളെ എത്തിക്കാൻ പോകുന്നതും. അത് രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യും. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ആ മരുന്ന്, നല്ല ഗുണനിലവാരമുള്ള മരുന്നുകളെ കുറിച്ച് നമ്മളുടെ ഇൻ ഹൗസ് ഉള്ള നമ്മുടെ കസിൻസും എല്ലാമായ ഡോക്ടേഴ്സിനെ കൊണ്ട് തന്നെ നമ്മുടെ മരുന്നുകളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയും, അത് എല്ലാവരും വീട്ടിലിരിക്കുകയായിരുന്നു, കോവിഡ് സമയമാണ്, ഒന്നും ചെയ്യാനില്ല. അതെ. അപ്പോൾ അതിൽ അവരൊക്കെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ഫാറ്റി ലിവർ ഉണ്ട്, ഇതൊക്കെ ഒന്ന് മാറ്റിക്കളയാമെന്ന് വിചാരിച്ച് അവർ വാങ്ങി ഉപയോഗിക്കുകയും അവർക്കത് മാറുകയും ചെയ്തതാണ് ഞങ്ങളുടെ ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് പറഞ്ഞു വരുന്നത്. കാരണം ഒറ്റയടിക്ക് എക്സാമ്പിൾ ഒരു മരുന്ന് ഒരു 1000 PC ഞങ്ങൾ പോയിരുന്നെങ്കിൽ അത് നേരെ 4000-ലേക്കും 5000-ലേക്കൊക്കെ അങ്ങ് ഒറ്റയടിക്ക് അങ്ങ് വളർന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റി അത്ര ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ചെറിയ ഫാമിലി ബിസിനസ്സാണ്. പിന്നെ അപ്പം തന്നെ ഞങ്ങൾ കറക്റ്റായിട്ട് ഇരുന്ന് നമ്മളുടെ വിഷനും സ്ട്രാറ്റജിയും പ്ലാനിങ്ങും എല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്ത്, അത് വളരെ ലോങ് ടൈമിൽ തന്നെ സെറ്റ് ചെയ്ത്, ഒരു വളരെ ഹാർഡ് വർക്കായിരുന്നു അതിൻ്റെ പിന്നിൽ. ഞങ്ങളുടെ ഫെസിലിറ്റീസ് എല്ലാം ഞങ്ങൾ ഡബിൾ ചെയ്തു, ഗുണനിലവാരം ഉറപ്പിച്ചു, അങ്ങനെ എല്ലാം ചെയ്ത് മാക്സിമം ആളുകളിലേക്ക് ഞങ്ങൾക്ക് ഈ മരുന്ന് എത്തിക്കാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ അവരാണ് ഞങ്ങളെ റെഫർ ചെയ്തത്. നമ്മുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ്. കറക്റ്റ്, തീർച്ചയായിട്ടും. പിന്നെ ഇവരെല്ലാവരും ഞങ്ങൾക്ക് എന്താ പറയുക, പബ്ലിക്കായിട്ട് അവർ വീഡിയോ എടുത്ത് അയച്ചു തരും. ഇന്നും ഞങ്ങളുടെ കമ്പനിയുടെ ഒരു സ്ട്രാറ്റജി അതാണ്. കാരണം ഞങ്ങൾ ഒരു മോഡലിനെ വെച്ചോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരാൾക്കും പൈസ കൊടുത്തിട്ടോ ഞങ്ങൾ ഒരു മാർക്കറ്റിങ്ങും ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ പേജിൽ ഇപ്പം പല ഇക്കാമാർ, പല ദൂരെ നിന്നും മലപ്പുറത്തുനിന്നും പുത്തനത്താണിയൊക്കെ വന്നിരിക്കുന്ന ഇക്കാമാർ വളരെ നിന്നിട്ട് എനിക്ക് ഇത്ര വർഷമായിട്ട് പ്രമേഹം ഉണ്ടായിരുന്നു, ഇവിടെ വന്നിട്ടാണ് മാറിയെന്നൊക്കെ പറയുന്ന വീഡിയോസ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുപോലെ അലർജി, ഒരുപാട് കുഞ്ഞുങ്ങളുടെ അലർജി മാറ്റാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ മരുന്ന് കൊണ്ട് മാക്സിമം ആളുകൾക്ക് ഗുണം കിട്ടണം എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം തന്നെ. അതുപോലെ ഈ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നാണ് ബാക്കി എല്ലാം സ്റ്റാർട്ട് ചെയ്യണേ എന്നുള്ളൊരു കോൺസെപ്റ്റ്. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിലെ ജോലിയും ബിസിയും എല്ലാം ഒന്നും മാറ്റാൻ പറ്റിയൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ കുട്ടികളോട് പറയും നേരത്തെ കിടന്നുറങ്ങണം, നേരത്തെ എണീക്കണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾ ആരും ചെയ്യാൻ പോകില്ല. അവർ വൈകുന്നേരം വന്ന് കുറച്ച് നേരം പഠിക്കുകയോ അല്ലെങ്കിൽ കുറച്ച് നേരം അവരുടെ ആക്ടിവിറ്റിയോ കഴിഞ്ഞാൽ പഠനമൊക്കെ, ചിലപ്പോൾ അവരൊരു മൂവി കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ അവരൊരു സീരീസ് കാണും. ഇതൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? പിന്നെ അവർ കിടന്നുറങ്ങുന്നത് ലേറ്റായിട്ടായിരിക്കും, അവർ രാവിലെ നേരം വൈകി എണീക്കുകയുള്ളൂ ചിലപ്പോൾ. അപ്പോൾ ഇതൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുപോലെ തന്നെ IT യുഗമാണ്. അവർ ജോലിക്ക് പോകുന്ന കുട്ടികളാണെങ്കിലൊക്കെ ഇവരോട് നൈറ്റ് ഷിഫ്റ്റ് പോകണ്ടെന്നും രാത്രി കിടന്നുറങ്ങുന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ ഭക്ഷണം, ചിലപ്പോൾ അവരൊരു ബർഗറായിരിക്കും കഴിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ ഇതെല്ലാമുള്ള കാലഘട്ടത്തിൽ എങ്ങനെ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ കുറയ്ക്കാം അല്ലെങ്കിൽ ഒഴിവാക്കാം, ഇതാണ് നമ്മളുടെ മെയിൻ ലക്ഷ്യം തന്നെ. അതിനായിട്ട് ഞങ്ങളൊരു കൃത്യമായ സ്ട്രാറ്റജി തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഞങ്ങളുടെ വെൽനസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഹെർബലി ടച്ച് ഡെവലപ്പ് ചെയ്ത ഒന്നാമത്തെ പ്രൊജക്റ്റാണ് പഞ്ചധന്യം. ഇത് ഞങ്ങൾക്ക് ട്രേഡ് മാർക്കുള്ള പഞ്ചധന്യം. അതായത് 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാം. ഞാൻ പഞ്ചധന്യത്തിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ ആ പഴയ കാലത്തിലേക്ക് ഒന്നുകൂടെ തിരിച്ചു പോവാണ്. 40 വർഷം ഇപ്പം ഞാൻ നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ എന്നോട് ഇവിടെ ചേച്ചി പറഞ്ഞു, നമ്മൾ സ്വാഭാവികമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പണ്ട് പേപ്പറിൽ പൊറിഞ്ഞാൽ വന്നുകൊണ്ടിരുന്നേ, ഇപ്പം പിള്ളേർ വലിയ പാക്കറ്റിലൊക്കെ ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ആദ്യം മാർക്കറ്റിലേക്ക് പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ ഒരുപാട് ചലഞ്ചസ് നമുക്കുണ്ട്. നമുക്കിത് 40 വർഷത്തെ ആ ഒരു ചരിത്രമുണ്ടെങ്കിലും പാരമ്പര്യമുണ്ടെങ്കിലും ഇതിനി പുതിയൊരു രൂപത്തിൽ ഭാവത്തിൽ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളൊരു ഒരു പേടി നമുക്കുണ്ടാകും. ഒരു ഓൺട്രപ്രണർ എന്നുള്ള രീതിയിൽ അത് കുറച്ചുകൂടെ കൂടുതലുണ്ടാകും. ആദ്യത്തെ പ്രൊഡക്റ്റ് എന്തായിരുന്നു? ഈ ഒരു മാർക്കറ്റിംഗ്, അതിനകത്തേക്ക് മാർക്കറ്റിങ്ങിനേക്കാളും ഉപരി ഇത് നാട്ടുകാരിലേക്ക് എത്തിക്കാനായിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തു? നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ ഞങ്ങൾ ചെയ്ത വളരെ സ്മാർട്ടായിട്ടുള്ളൊരു കാര്യത്തിനെ കുറിച്ചാണ് ഇപ്പോൾ എന്നെ ചോദിച്ചത്. ഞങ്ങളുടെ തന്നെ വളരെ ഫേമസ് ആയ, അല്ലെങ്കിൽ ജനം തലമുറകൾ, ഞങ്ങളുടെ പാരമ്പര്യം, ഞങ്ങൾ 4 പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യം എന്നാണ് ഞങ്ങൾ പറഞ്ഞത് തന്നെ. ഞങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റിൽ 3 ജനറേഷനാണ് അത് യൂസ് ചെയ്യണത്. അതായത് അമ്മൂമ്മ, അമ്മ, കൊച്ചുമോള്. നമ്മൾ ആദ്യം സെറ്റ് ചെയ്തൊരു പരസ്യം ഉണ്ടായിരുന്നു ഇതിൻ്റെ, ഈ പ്രൊഡക്റ്റിൻ്റെ.
അപ്പോൾ ഈ കേശി ഹെയർ ഓയിൽ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അതായത് മുടിയിലെ താരൻ 7 ദിവസം കൊണ്ട് മാറുകയും അതുപോലെ തന്നെ മുടിക്കുണ്ടാകുന്ന ചെറിയ ചെറിയ മറ്റു രോഗങ്ങൾ, അതായത് തുമ്പ് വിളരുക, പൊട്ടുക, മുടിയിലെ കായ്, ഇതെല്ലാം മാറി മുടിക്ക് നല്ല ആരോഗ്യം നൽകുന്ന 4 പതിറ്റാണ്ടായി നമ്മുടെ കയ്യിൽ സ്റ്റിൽ ഉള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. അതിനെ ഞങ്ങൾ നന്നായിട്ടൊന്ന് റീബ്രാൻഡ് ചെയ്തു. നല്ല ബോട്ടിലാക്കി ഒരു സ്ക്വയർ ബോട്ടിലൊക്കെ ആക്കി നല്ലൊരു സ്റ്റിക്കറൊക്കെ ഇട്ട് നല്ലൊരു മോഡലിനെയൊക്കെ വെച്ച് ആളുടെ മുടിയുടെ പടവും എല്ലാം വെച്ച് ഞങ്ങൾ കൊടുത്തു. ഈ എണ്ണയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മളെല്ലാം ഈ എണ്ണ മുറുക്കുക എന്ന് പറയുമ്പോൾ മരുന്നൊക്കെ ഇട്ട് എണ്ണ, ഇതങ്ങനെയല്ല. ശരിക്കും നമ്മളിതിന് കഷായം വെച്ച് ഈ എണ്ണ മുറുക്കുന്നതിനാവശ്യമായ കഷായം സെപ്പറേറ്റ് ഉണ്ടാകും. എന്നിട്ട് ആ കഷായം നമ്മൾ ഊറ്റിയെടുത്ത് ആ കഷായമാണ് ഈ ശുദ്ധമായ വെളിച്ചെണ്ണ. കാരണം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങൾ വെളിച്ചെണ്ണ ആട്ടുന്നുണ്ട്. വെളിച്ചെണ്ണ ആട്ടുന്നൊരു മില്ല് നമുക്കുണ്ട്. അപ്പോൾ അതിൽ തന്നെ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ നമ്മൾ പാകം ചെയ്തെടുക്കുന്നതായതുകൊണ്ടാണ് അതിന് അത്രയും ഗുണമേന്മ. അപ്പോൾ ആ എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാത്തിനും നല്ല റിസൾട്ട്, ഞങ്ങൾക്ക് നല്ല അനുഭവമുണ്ട്. ഞങ്ങളുടെ ഫാമിലിയിലും യൂസ് ചെയ്യുന്നുണ്ട് എല്ലാവരും, അതുപോലെ തന്നെ പുറത്തും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് പ്രൊഡക്റ്റായിരുന്നു. 2 ഈ കരിമംഗലം, അതുപോലെ മുഖത്തുണ്ടാകുന്ന കുറച്ച് പാടുകൾ, ഇതെല്ലാം മാറ്റുന്ന ഒരു കാന്തി ചൂർണം എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ്, ഫേസ് പാക്ക്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അല്ല എക്സാക്ട്ലി ഈ വാക്ക് തന്നെയാണ്. അതായത് കാന്തി ചൂർണം ഡെയിലി ഫേഷ്യൽ പാക്ക്. ഒരു സെന്റൻസ് അതിൻ്റെ കൂടെ ആഡ് ചെയ്തോളൂ. ഫോർ ഡെയിലി ഫേഷ്യൽ പാക്ക്, എല്ലാ ദിവസവും ഇടാം. അപ്പോൾ അത് അങ്ങനെ അതും ഞങ്ങൾക്കൊരു നല്ല ബ്രാൻഡിങ് കിട്ടി. അത് ഉപയോഗിച്ചിട്ട് അന്നത്തെ 5 വർഷം മുമ്പ് അന്നത്തെ മിസ് സൗത്ത് ഇന്ത്യ ആണോ അത് റണ്ണറപ്പ് ആണോന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ആ കുട്ടി ഡയറക്റ്റ് ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഞാൻ ഇതിൻ്റെ ഒരു മോഡലാവാം. കാരണം ആളത് ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പരസ്യവും ഞങ്ങളുടെ ഇതിൽ കിടപ്പുണ്ട്, ഇന്നും ഉണ്ടാവും അത് ഓൾറെഡി. അപ്പോൾ അതും ഞങ്ങൾക്ക് ഒരുപാട് റീച്ച് കിട്ടി. കാരണം അത് 2 പ്രൊഡക്റ്റും നല്ല രീതിയിൽ ജനം ആക്സെപ്റ്റ് ചെയ്തു. കാരണം എല്ലാവരും കോവിഡായിട്ട് വീട്ടിലിരിക്കല്ലേ, എന്നാ പിന്നെ മുടിയും മുഖമൊക്കെ ഒന്ന്. അല്ല, എനിക്ക് തോന്നുന്നു ആ സമയത്ത് പേഴ്സണൽ ഹൈജീനെ കുറിച്ചും അല്ലെങ്കിൽ സെൽഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ ആൾക്കാർ കുറച്ചുകൂടെ ചിന്തിച്ചു തുടങ്ങിയൊരു കാലഘട്ടം ഈ വീട്ടിൽ വെറുതെ ഇരുന്ന കോവിഡ് കാലഘട്ടം തന്നെയാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് ആ 2 പ്രൊഡക്റ്റ് നല്ല മൂവ്മെൻ്റ് ആയി. അപ്പോഴാണ് ശരിക്കും ഈ ജീവിതശൈലി രോഗങ്ങളുടെ ഞങ്ങളുടെ മെഡിസിൻസും കൂടി ഞങ്ങളുടെ 1 by 1 നമ്മൾ പ്രൊഡക്റ്റുകൾ റിലീസ് ചെയ്തു. അപ്പോൾ അതിൽ ഞങ്ങളുടെ ഏറ്റവും ഫേമസ് ആയ പ്രൊഡക്റ്റാണ് കാമുലാതി എന്ന് പറഞ്ഞ ഒരു കഷായമാണത്. പക്ഷെ നേരത്തെ എന്നെ പറഞ്ഞ പോലെ അത് കഷായമാണെങ്കിൽ അതിന് കയ്പോ കാര്യങ്ങളൊന്നുമില്ല, നല്ലൊരു സ്വാദാണ് അതിന്. അപ്പോൾ അതിനെന്ത് ചെയ്തു, നമ്മളൊരു ടോണിക് ബോട്ടിൽ പോലെയാക്കി ബ്രാൻഡ് ചെയ്ത് നല്ലൊരു ഔട്ടർ കവറൊക്കെ കൊടുത്ത് ആര് കണ്ടാലും ഇതൊന്ന് കഴിക്കാൻ തോന്നും എന്ന് പറഞ്ഞ പോലെ ഉള്ള ഒരു മരുന്നാക്കി. അങ്ങനെ ഒരു 3-4 മെഡിസിൻസ് നമുക്ക് അലർജിക്കുള്ളതും കൊളസ്ട്രോളിനുള്ളതും എല്ലാം ഞങ്ങൾ നല്ലൊരു പാക്കറ്റിലാക്കി ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു. അത് ഇതറിയാവുന്ന ആളുകളെല്ലാം, കാരണം അവിടെയാണ് എൻ്റെ ഒരു അടുത്തൊരു സക്സസ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് അന്ന് ഞങ്ങളുടെ ഈ ബിസിനസ് കയറി പോരാനും ഇന്നും ഞങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് വളരെ അഭിമാനത്തോടുകൂടി ഞാൻ പറയുകയാണ്. കാരണം പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളെ അതുപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ആലുവ പോസ്റ്റ് ഓഫീസ് ഞങ്ങളെ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തത് ഞങ്ങളുടെ ഒരു വിജയത്തിൻ്റെ പ്രധാന ഘടകമാണ്. കാരണം കൃത്യമായിട്ട് എല്ലാവരും, അതായത് 99% ആളുകളിലേക്ക് അവർ എത്തിച്ചു തന്നു ഞങ്ങൾക്കത്. അപ്പോൾ മറ്റ് പ്രൈവറ്റ് കൊറിയർ ബ്രാൻഡുകൾ ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, അവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏത് മുക്കിലും മൂലയിലുമുള്ള ആളുകളുടെ വീട്ടിലേക്ക് പോസ്റ്റ്മാൻ ഇത് കൊണ്ടെത്തിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് നന്ദി ഞാൻ എപ്പോഴും പറയും, പോസ്റ്റൽ സൂപ്രണ്ടിനോടാണെങ്കിലും ഒക്കെ സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട്, അതുപോലെ പേയ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ കൃത്യമാണല്ലോ, കാരണം ഗവൺമെൻറ് ഡോക്യുമെൻ്റാണ്. അത് ഞങ്ങൾക്ക് ഇന്നും ഞങ്ങൾ നല്ല ബന്ധമാണ്, നല്ല രീതിയിൽ തന്നെ അസോസിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതും ഞങ്ങളുടെ വിജയത്തിനൊരു പ്രധാന ഘടകമാണ്. പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല. ഭഗവാൻ അതിന് നമുക്ക് നല്ലൊരു അവസരം തന്നു. നല്ല രീതിയിൽ ഇപ്പോഴും ഈ 12 ലക്ഷം എന്ന് എന്നെ പറഞ്ഞ അത് വളരെ അഭിമാനത്തോടെ തന്നെ ഞങ്ങൾ പറയുകയാണ്. ഓരോ ദിവസവും ഞങ്ങൾക്ക് അതിനുള്ള എൻക്വയറീസ് ഉണ്ട്. ഞങ്ങളുടെ മരുന്ന് കഴിച്ച് അസുഖം മാറി എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു സിസ്റ്റം കൂടി ഞങ്ങൾ വെച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ വെറുതെ മരുന്ന് വിൽക്കുകയല്ല, അവരെ ഞങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യും. അവരത് കഴിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തും, അവരത് കഴിച്ചിട്ട് അസുഖം മാറുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തും. ഇനി അത് ആർക്കെങ്കിലും മാറുന്നില്ലെങ്കിൽ അവർക്ക് ഞങ്ങളുടെ 3 ഹോസ്പിറ്റൽ, ചെങ്ങന്നൂരും കൊയിലാണ്ടിയിലും പയ്യന്നൂരുമുള്ള ഹോസ്പിറ്റലിൽ ഡോക്ടർമാർക്കുള്ള കൺസൾട്ടേഷനും ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുത്ത്, അസുഖം മരുന്ന് കഴിക്കാൻ തയ്യാറുള്ളവരാണെങ്കിൽ അവരുടെ അസുഖം എടുക്കുക എന്നുള്ളതാണ്
ഞങ്ങളുടെ എന്താ പറയുക ലക്ഷ്യം തന്നെ. അങ്ങനെ ഒരാൾക്ക് അസുഖം മാറ്റിയെടുത്താൽ ആ ഒരാൾ വഴി ഞങ്ങൾക്ക് 10 കസ്റ്റമേഴ്സ് കിട്ടും. തീർച്ചയായിട്ടും അത് തന്നെയേ ഉള്ളൂ. അത് ആ പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് തന്നെയാണ് ഞങ്ങൾ എയിം ചെയ്യുന്നതും അതിലൂടെ തന്നെയാണ് പോകുന്നതും. ഇനി ഇവിടെ നിന്നാണ് ഞാൻ പറഞ്ഞ ഒരു അടുത്ത മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ചോദിക്കാൻ പറ്റുമായിരുന്നു, ഈ ആലുവയില് ഇപ്പം എന്നോട് പറഞ്ഞു 3 ഹോസ്പിറ്റല് നമ്മൾ റൺ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ 3 ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ നമ്മൾ എത്തുന്നത് എങ്ങനെയാണ്? നമ്മളൊരു ഓക്കെ നമ്മുടെ പാരമ്പര്യമായിട്ട് കൊടുക്കുന്ന പ്രൊഡക്ട്സിലേക്ക് നമ്മൾ എത്തുന്നു. ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് നമ്മളുടെ മരുന്ന് ഓൺലൈനിൽ വാങ്ങിച്ച കസ്റ്റമേഴ്സിൽ പലർക്കും ഈ ഡോക്ടർമാരെ നേരിട്ട് കാണണം, ഞങ്ങൾക്ക് വേറെയും അസുഖങ്ങളുണ്ട്, അത് ഓൺലൈനിൽ കൂടെ പറയാൻ പറ്റാത്തതാ, ഞങ്ങൾക്ക് ഡയറക്റ്റ് ഒന്ന് ഡോക്ടറെ കണ്ടൊന്ന് പറയണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമുക്കൊരു നല്ല കസ്റ്റമർ കെയറിലേക്കുള്ള കോള് കൂടുതൽ വന്നപ്പോൾ ഞങ്ങൾ ഓരോരോ ഹോസ്പിറ്റലും ക്ലിനിക്കുമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ കൊയിലാണ്ടിയിൽ ആണ് ഞങ്ങൾ ആദ്യമായിട്ടൊരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് അവിടെയുള്ള വലിയൊരു കുടുംബം നമ്മുടെ മരുന്ന് കഴിച്ച് അവരുടെ ഒരു 10ഓളം പേരുടെ, ആ ഫാമിലിയിലെ 10ഓളം പേരുടെ അസുഖങ്ങൾ മാറിക്കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു ബിൽഡിങ് ഞങ്ങൾക്ക് വിട്ടു തരിക ചെയ്ത്. കൊയിലാണ്ടിയിൽ അങ്ങനെയാണ് ഹോസ്പിറ്റൽ തുടങ്ങണേ. ശരി, അവർക്കുണ്ടായിരുന്ന ഒരു 3 നില ബിൽഡിംഗ് എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, വിനോദേട്ടാ ഒന്ന് അവിടെ വരെ വരണം. അപ്പോൾ ഞാൻ അങ്ങനെ പോയി. അവിടെ ചെന്ന് ഈ ബിൽഡിംഗ് നിങ്ങളെടുത്തോളൂ, ഈ നാട്ടിലെ കുറേ പേർക്ക് ഇവിടെ അസുഖം മാറണം, നിങ്ങളുടെ മരുന്ന് ഇവിടെ കൊണ്ടുവരണം, നിങ്ങളിവിടെ തുടങ്ങണം എന്ന് പറഞ്ഞ് എനിക്ക് ഇന്നും ഞാനും ആ ചേട്ടനും തമ്മിൽ നല്ല ബന്ധമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് നമ്മുടെ അക്കൗണ്ട്സിന്റെ ഹെഡൊക്കെ അവിടുത്തെ. അവരിവിടെ എല്ലാം ഹാൻഡിൽ ചെയ്ത് വീണ്ടും ഒരു ഫാമിലിയിലേക്ക് കൂടെ കണക്ട് ആയി. അതെ അതെ, അങ്ങനെ ഒരു ബന്ധം കൂടി ഉണ്ട് അവിടെ. അദ്ദേഹം ബിസിനസ്സിലൊന്നും ഇൻവോൾവ് അല്ല കേട്ടോ, അദ്ദേഹം ആ ബിൽഡിംഗ് വിട്ടു തന്നു മാത്രമേ ഉള്ളൂ. ബിസിനസ്സിലൊന്നും ആൾക്ക് ഇൻവോൾവ് ചെയ്യാൻ താല്പര്യമില്ല, ആൾക്ക് വേറെ ബിസിനസ്സിലുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് അല്ലാതെ ഞങ്ങൾക്കൊരു കൂടുതൽ ക്രെഡിബിലിറ്റി ആയി. കാരണം ആ നാട്ടില് എന്റെ ഭാര്യയുടെ അസുഖം മാറിയിട്ടാണ് ഞാൻ അവരെ കൊണ്ടുവന്നത് എന്ന് മൂപ്പര് പറയുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ടെസ്റ്റിമോണി പറയാൻ അക്കൗണ്ട്സിൽ ആളിരിക്കുന്നുണ്ട്. അതെ, അകത്തിരിപ്പുണ്ട് വരുന്നത്. ഒന്ന് ചോദിച്ചു നോക്കിക്കോളാനല്ലേ. നിമിത്തമായി എന്തായാലും. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയുക സർവീശ്വരൻ്റെ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നതോടൊപ്പം തന്നെ നമ്മളുടെ വിഷനിലും നമ്മൾ വളരെ സ്മാർട്ടായിട്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു നല്ല ടീം തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ഒരു കോർ ടീമുണ്ട്, 12 പേരടങ്ങുന്ന ഒരു കോർ ടീമുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ സ്ട്രാറ്റജീസും എല്ലാം ഇനി അടുത്ത ഒരു ലോകം എന്താ പറയുക നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, AI-യും എല്ലാമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവിടേക്ക് ഞങ്ങളൊരു ഇക്വേഷൻസ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു എന്താ പറയുക തന്ത്രം എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ ഒരു പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു എന്താ പറയുക ഇനിയുള്ള ലോകം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഹസ്ബൻഡും വൈഫും ആണെങ്കിൽ തന്നെ 2 പേർക്കും ചിലപ്പോൾ ഒരു മരുന്ന് കഴിച്ചാൽ മാറിക്കൊള്ളുന്നില്ല. കാരണം ഇപ്പോൾ ഈ കോവിഡ് എല്ലാം കഴിഞ്ഞ് വരുന്നുണ്ട്, നമ്മളെല്ലാം കേൾക്കുന്നുണ്ടല്ലേ, നമ്മുടെ എല്ലാം സിസ്റ്റം ചേഞ്ച് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ചേഞ്ച് ആയിട്ടുണ്ട്, എല്ലാം നമ്മൾ കേട്ടില്ലേ. അപ്പോൾ ശരിക്കും ആയുർവേദത്തിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ആയുർവേദം എന്ന് പറയുന്നത് ശരിക്കും ഒരു പേഴ്സണലൈസ്ഡ് മെഡിസിനാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോഴുള്ള ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനങ്ങളും നൂതന IT സാങ്കേതിക വിദ്യകളും ഞങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മളുടെ ഈ ആയുർവേദത്തിനെ മൊത്തത്തിൽ ഞങ്ങളൊന്ന് വിശകലനം ചെയ്ത് അതിനുള്ള എക്സ്പേർട്സ് എല്ലാം ഞങ്ങളുടെ ടീമിലുണ്ട്. കൃത്യമായി മരുന്നുകൾ എങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യണം, ഏതൊക്കെ മരുന്നുകൾ ഈ നേരത്തെ എന്താ പറയുക നമ്മുടെ ആയുർവേദത്തിന് പറയുന്നത് വെച്ചാൽ കാലദേശ ഋതു അന്തരങ്ങളിലൂടെ ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം ഒരു മരുന്ന് കൊടുക്കാൻ ഒരാൾക്ക്. അപ്പോൾ ആ ഒരു പാറ്റേണുകളും ആയുർവേദത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും കൃത്യമായി മനസ്സിലാക്കി ഞങ്ങളൊരു സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അടുത്തൊരു 50 വർഷം അല്ലെങ്കിൽ അടുത്തൊരു 100 വർഷം ഞങ്ങൾ ഈ അതെ ഞങ്ങളുടെ ഈ കഴിഞ്ഞ ഞങ്ങളുടെ ഒരു ആഡ് ഞങ്ങൾ വെറുതെ ഒരു ആഡ് ഡെവലപ്പ് ചെയ്തിരുന്നു. കാരണം ഒരു 50 വർഷം കഴിയുമ്പോൾ ഹെർബൽ സയൻസ് അല്ലെങ്കിൽ ആയുർവേദം എവിടെ എത്തി നിൽക്കും എന്ന് ഞങ്ങൾ ഫോർകാസ്റ്റ് ചെയ്യണം. ഞങ്ങളുടെ ഒരു ഡ്രീമാണ് ഞങ്ങൾ ആ വീഡിയോയിൽ കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ ഇനിയുള്ള നെക്സ്റ്റ് ഒരു ജനറേഷനിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഒരു ഹെർബൽ പ്രൊഡക്റ്റുകളുടെ അല്ലെങ്കിൽ ആയുർവേദത്തിൻ്റെ കൃത്യമായ ഉപയോഗം ഓരോരുത്തരിലും റിസൾട്ട് കിട്ടണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം നമ്മൾ മരുന്ന് കൊടുത്താലേ നമുക്ക് ഇനിയുള്ള കാലത്ത് നിലനിൽക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു മെഡിസിൻ നമ്മൾ പറയുന്നു അത് കഴിക്കുന്നു അത് റിസൾട്ട് ഉണ്ടാകുന്നില്ല മാറ്റിക്കളയുന്നു, അത് പറ്റില്ല. നേരത്തെ എന്നെ സൂചിപ്പിച്ച പോലെ ഈ 400ഓളം മെഡിസിൻസ് നമ്മുടെ പാറ്റേണിലുണ്ടെങ്കിലും ഈ മെഡിസിൻസ് എല്ലാം ശരിക്ക് ഒരു പ്രിവെൻറ്റീവ് കാറ്റഗറിയിലും പ്രഡിക്റ്റീവ് കാറ്റഗറിയിലും പേഴ്സണലൈസ്ഡ് കാറ്റഗറിയിലുമായിട്ട് ഓരോരുത്തരിലേക്കും എത്തിക്കാനുള്ള ഒരു സംവിധാനമാണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഫ്യൂച്ചർ. ഓക്കെ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പ്രിവെന്റീവ് മെഡിസിൻ ആയിട്ട് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കുറച്ചൊരു പ്രൊഡക്റ്റീവ് മെഡിസിൻസും വരുന്നുണ്ട്. പക്ഷെ അതിനെ ഇനി ആ ഒരു ടെക്നോളജി ലിങ്കിലൂടെ പ്രൊഡക്റ്റീവിൽ തന്നെ അഡ്വാൻസിലേക്ക് പോകണം. അതിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ അസുഖം വരാൻ സാധ്യതയുണ്ടോ, അല്ലേ? ഇപ്പൊ ഒരുപാട് ഗാഡ്ഗറ്റുകളും എല്ലാം വരുന്നല്ലോ. ഇപ്പോൾ വാച്ചസ് ഉണ്ട്, ടാബ് ഉണ്ട്. നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് പോലും അറിയുന്നുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ടുകൾ മോണിറ്റർ ചെയ്യണം, അവരെ ഫോളോ അപ്പ് ചെയ്യണം. ഇപ്പം നമ്മളൊരു 3 months കൂടുമ്പോൾ ബ്ലഡ് വയ്ക്കണമെങ്കിൽ അത് നമ്മുടെ ഒരു ആപ്പിലേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ നമുക്കത് കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനും അവരെ അഡ്വൈസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഏകോപിപ്പിച്ച് ഒരു നൂതന IT സംവിധാനത്തിലൂടെ ഞങ്ങളുടെ ഒരു AI സോഫ്റ്റ്വെയർ ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ മറ്റേ ആ കോർപ്പറേറ്റ് ജോലി വേണ്ടെന്ന് വെച്ച് വന്നെങ്കിലും നമ്മൾ പഠിച്ച കാര്യങ്ങൾ അതെ 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 ഇപ്പം നമുക്കൊരു നല്ല സ്ട്രോങ് ടീമുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു വിഷൻ നമുക്ക് എവിടേക്ക് എത്തണം എന്നുള്ളത് ഡിസൈൻ ചെയ്യാനും പിന്നെ ഞാൻ എപ്പോഴും നമ്മുടെ ഈ ടീം മെമ്പേഴ്സിൽ നേരത്തെ പറഞ്ഞ പോലെ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും നമ്മളൊരു എന്താ പറയുക, എല്ലാവരും ഒരു വർക്ക് ടുഗദർ ഗ്രോ ടുഗദർ എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീം നല്ല സ്ട്രോങ് ആണ് നമ്മളുടെ. എല്ലാവരും അവരവരുടേതായ കോൺട്രിബ്യൂഷൻസ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്ത കുറച്ച് പ്ലാൻസാണ് നമുക്കുള്ളത്. ഇപ്പം നമ്മൾ ഈ പ്രിവെൻറ്റീവ്, ഇപ്പം നമ്മൾ പറഞ്ഞു ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഒരു 6 മാസത്തെ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ബ്ലഡ് റുട്ടീൻ ചെക്കപ്പിലൂടെയോ അല്ലെങ്കിൽ യൂറിൻ ചെക്കപ്പിലൂടെയോ ഒക്കെ നമുക്ക് ഫ്യൂച്ചറിൽ വന്നേക്കാവുന്നത്. ഇപ്പം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി. ഇപ്പം നമുക്ക് എന്ത് അസുഖം ഫ്യൂച്ചറിൽ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള, അല്ലെങ്കിൽ ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള മലയാളികൾ പേടിച്ചിട്ടായിരിക്കും ചെയ്യാതെ. ഇപ്പം എനിക്ക് അങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യണം, എനിക്ക് അത്രയും കാലം പേടിക്കാതിരിക്കാമല്ലോ. പക്ഷെ അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് വന്ന് അതിനെ ആളുകൾ പല രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ, ഡയറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ. പക്ഷെ ആദ്യമായിട്ടാണ് ആയുർവേദത്തിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് കേൾക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ആദ്യമായിട്ടാണ്. എല്ലാവരും ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നുണ്ട്. നമ്മളതിലും കുറച്ചും കൂടി സ്മാർട്ടായിട്ടും അഡ്വാൻസ്ഡ് ആയിട്ടും നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട എല്ലാ കോർപ്പറേറ്റുകളും അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷൻ കുറച്ചുകൂടെ ഫാസ്റ്റ് ആണ്. നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മളെ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഈ പറഞ്ഞാൽ ഒരു കോർ ടീമുള്ളവരെല്ലാവരും നല്ല ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആണ്. അപ്പം അതിന് എത്രത്തോളം സാധ്യതയുണ്ട്? കാരണം ആയുർവേദം എന്ന് പറയുന്നത് ലോക മാർക്കറ്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടിയൊരു കാര്യമാണ് ആയുർവേദം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താ വിനോദേട്ടൻ കാണുന്നത്? കാരണം നമ്മളിത് ഇറക്കുന്നത് ആലുവയിലേക്കോ എറണാകുളത്തേക്കോ അല്ലെങ്കിൽ ഈ കൊച്ചു കേരളത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. നമ്മൾ ഇത്രയും വലിയൊരു സാങ്കേതികതകൾ ഇതിനകത്തേക്ക് കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ AI പോലത്തെ ടെക്നോളജികൾ നമ്മളിതിനകത്തേക്ക് കൊണ്ടുവരുമ്പോൾ, നമ്മൾ ലോക മാർക്കറ്റിനെ അത്രത്തോളം പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അതിന് എത്രത്തോളം സാധ്യത നമുക്ക് ഈ കേരളത്തിൽ നിന്ന് കൊടുക്കാൻ സാധിക്കും? ഞാൻ പറയാൻ പോയ കാര്യം തന്നെയാണ് ചോദിച്ചത്. കാരണം നമ്മളുടെ മരുന്നുകൾ നമ്മൾ ലോകമെമ്പാടും എത്തിക്കുക എന്നുള്ള നമ്മുടെ അടുത്തൊരു വിഷൻ നമുക്കുണ്ട്. അല്ലെങ്കിൽ അടുത്തൊരു കർമ്മപദ്ധതി എന്ന് ഞാൻ പറയുന്നുള്ളൂ. അടുത്തൊരു കർമ്മപദ്ധതി നമുക്കുണ്ട്. അതിലേക്കായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ മരുന്നുകൾ ലോക നിലവാരമുള്ള സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് സ്വിറ്റ്സർലാൻഡിലെ ഒരു വളരെ ലീഡിങ് ഫേമായിട്ട് നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞു. നമ്മളുടെ മെഡിസിൻസ് അവർ ടെസ്റ്റ് ചെയ്തു. അവർ വളരെ ഹാപ്പിയാണ്. കാരണം ഞങ്ങൾ ഇത്രയും ട്രാക്ക് റെക്കോർഡ്, ഇത് ശരിക്ക് നേരത്തെ പറഞ്ഞ പോലെ ആയുർവേദത്തിന് ഒരു നല്ല ഡാറ്റ ബാക്കപ്പ് എല്ലാവരുടെയും കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മളതാണ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ എല്ലാ കറക്റ്റായിട്ടുള്ള ഹിസ്റ്ററീസും കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യുകയും മെഡിസിൻസിൻ്റെ റിസൾട്ടുകളെ കുറിച്ചുള്ള കറക്റ്റായിട്ട് റെക്കോർഡ്സും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് ഈ ഒരു കോർപ്പറേറ്റ് കമ്പനിയായ ഇത് വേൾഡിലെ തന്നെ ഹെർബൽ മെഡിസിൻസ് നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുന്ന ഒരു ലോകോത്തര കമ്പനിയായിട്ട് നമ്മൾ ഓൾറെഡി കൈകോർത്ത് കഴിഞ്ഞു. അവർ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ തയ്യാറാണ്. നമ്മളുടെ മെഡിസിൻസ് ലോക നിലവാരമുള്ള മെഡിസിൻസായി തന്നെ ഇത് മാറും. പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ സ്ട്രാറ്റജി ഇതാണ്. നമ്മൾ ലോകത്തിൽ എവിടെയാണെങ്കിലും നമ്മളിതിൻ്റെ ബാക്കിൽ എന്താ പറയുമ്പോൾ എല്ലാ ബിസിനസ് സ്ട്രാറ്റജിയും ഞാൻ പറയുകയാണ്. പക്ഷെ എന്നിരുന്നാലും ഓരോ ദേശങ്ങളിലും ഓരോ കാലങ്ങൾ ഉണ്ട് അല്ലേ, അവിടെയൊക്കെ ഓരോ തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ഋതു എന്ന് നമ്മൾ പറയുന്നത്. അതിനനുസരിച്ചുള്ള മെഡിസിൻസ് ആ നാട്ടിലുമുണ്ട്. ഏത് ഈ ഹെർബൽ മെഡിസിൻസ് എന്ന് പറയുന്നത് ആയുർവേദം എന്നുള്ള വാക്ക് നമ്മൾ ഇവിടെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ എല്ലാ നാട്ടിലും ഇതിൻ്റെതായ ഹെർബൽ മെഡിസിൻസ് ഉണ്ട്. അപ്പം അതിനെക്കുറിച്ചുകൂടി ഞങ്ങളൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് ഇതിൻ്റെ ഒരു പ്രോപ്പർ ഒരു ടെക്നിക്കൽ എക്സ്പെർട്സ് ടീം തന്നെ ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ ഒരു സംയോജനം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒന്നുകൂടി പറഞ്ഞാൽ വളരെ
ഹൈ ക്വാളിറ്റിയുള്ള ഹെർബൽ മെഡിസിൻസുമായി ഞങ്ങൾ അടുത്തൊരു 2-3 വർഷത്തിനുള്ളിൽ തന്നെ, മാക്സിമം ഒരു 3 വർഷത്തിനുള്ളിൽ തന്നെ ഹെർബലി ടച്ച് ലോകമെമ്പാടും വേരോടിക്കും. തീർച്ചയായിട്ടും വേറെ ഓടിക്കണം. കാരണം പലപ്പോഴും ഞങ്ങൾ ഈ ചില ബിസിനസ്സുകൾ വളരണമെന്ന് നമ്മൾ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കും. അത് നമ്മൾ എത്ര എംപ്ലോയീസിന് ജോലി കൊടുത്തു, നമ്മൾ എത്ര ടേൺ ഓവർ ഉണ്ടാക്കിയതിനേക്കാളൊക്കെ ഉപരി ഒരുപാട് ആളുകളുടെ ലൈഫിന് ഒരു ആശ്വാസം കിട്ടുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ തലവേദന ഇല്ലാത്തൊരു ലോകം എങ്ങനെയായിരിക്കുമെന്ന് സ്വപ്നം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ സ്വപ്നം കാണുന്ന ആളുകൾക്ക് നിങ്ങളെപ്പോലുള്ള ആളുകളുടെ ആ ഒരു കർമ്മ പദ്ധതികൾ പ്രാവർത്തികമാകുമ്പോൾ ലഭിക്കുന്ന ഒരു ആശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ടേൺ ഓവറിനേക്കാൾ ഉപരി എത്ര എംപ്ലോയീസിന് ജോലി കൊടുക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ കർമ്മപഥമായിട്ട് ഇതിനെ ഏറ്റെടുത്തേക്കാണ്. നമുക്ക് ഒരുപാട് പേർക്ക് ഇതുകൊണ്ട് നമ്മുടെ മരുന്ന് കൊണ്ട് ആശ്വാസം കിട്ടണം. അതിൽ തന്നെ നമ്മൾ 2-3 കോൺസെപ്റ്റ്, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പഞ്ചധന്യം, നമ്മൾ അതിനകത്തേക്ക് തിരിച്ചു പോകാൻ വേണ്ടി എന്താണ് പഞ്ചധന്യം എന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ശരിക്കും അതൊരു അവയർനെസ് പ്രോഗ്രാമാണ്, ഒരു വെൽനസ് പ്രോഗ്രാമാണ്. ഇത് ഞാനൊരു ചെറിയ എന്താ പറയുക, ഓൾ പ്രൊജക്ട്സ് മസ്റ്റ് സ്റ്റാർട്ട് ഫ്രം എ ബുക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, പഞ്ചധന്യം എന്നുള്ളത്. അത് എന്താ പറയുക, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ജയകുമാർ സാറിനെ കൊണ്ട് അത് എനിക്ക് എന്താ പറയുക പ്രകാശനം ചെയ്യാനൊക്കെ പറ്റി. ജയകുമാർ സാർ അദ്ദേഹത്തിൻ്റെ ബുക്ക് പ്രകാശനം ചെയ്യേണ്ടത് ഇറങ്ങായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളത് വായിച്ചപ്പോൾ ഇൻട്രസ്റ്റിംഗ് തോന്നി, ആളത് മേടിച്ച് എനിക്കൊന്ന് പ്രകാശനം ചെയ്ത് തന്നു എന്നുള്ളൂ. എന്തായാലും അതിൻ്റെ പിന്നിൽ നമ്മൾ ഇതുപോലെ തന്നെ ഇത് നെക്സ്റ്റ് ജനറേഷനെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ പിടിപെടാതെ, അല്ലെങ്കിൽ അതിൽ നിന്നും എത്രയും പെട്ടെന്ന് മുക്തി പ്രാപിച്ച് അവർക്കൊരു ഹെൽത്തിയർ ലൈഫ് കൊടുക്കുക എന്നുള്ളതാണ് പഞ്ചധന്യത്തിൻ്റെ ഗോള്. ഇതോടൊപ്പം തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന 2-3 പ്രൊജക്റ്റുകളുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓരോ സ്ഥലങ്ങളിലെയും ഹെർബൽ മെഡിസിൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാനും ഇതിനെ സംയോജിപ്പിക്കാനും ഏകോപിപ്പിക്കാനും, കാരണം ഇതുണ്ടെങ്കിലാണ് ഈ സ്വിസ് കമ്പനികളായിട്ടൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഇതെല്ലാം ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോം വേറെയുണ്ട്. പിന്നെ ട്രീറ്റ്മെൻറ്റ് ലൈനിലാണെങ്കിലും ഹോസ്പിറ്റൽസ്, അതായത് ചെയിൻ ഓഫ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ് എന്നുള്ളത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് പോവുകയാണ്. ഇനിയിപ്പോൾ കേരളത്തിന് പുറത്തേക്ക് ഇപ്പോൾ മൈസൂരും അതുപോലെ ഹൈദരാബാദ്, ഡൽഹി, അഹമ്മദാബാദ് ഒക്കെ നമ്മൾ നമ്മുടെ ക്ലിനിക്സ് ആൻഡ് ഹോസ്പിറ്റൽസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള അടുത്ത പ്ലാനുകളിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ പ്രൊഡക്ട്സും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇൻ്റർനാഷണൽ ലോക നിലവാരമുള്ള പ്രൊഡക്റ്റുകൾ. അതോടൊപ്പം തന്നെ ബഹ്റൈനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോൾ ഓൾറെഡി ലൈസൻസായി. സ്വിറ്റ്സർലാൻഡിലും ഓൾറെഡി ലൈസൻസ് ആവുന്നു. നമ്മൾ ഓൾറെഡി അതിൻ്റെ ഇൻകോർപ്പറേഷൻസും പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രൊഡക്ട്സിനെയും ഡെവലപ്പ് ചെയ്യുന്നു, ഹോസ്പിറ്റൽസിനെയും ഡെവലപ്പ് ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ കുറച്ച് ആളുകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമ്മളൊരു വെൽനസ് റിസോർട്ടുകളും കൂടി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ, കാരണം ചിലർക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് കിടക്കാനൊന്നും താല്പര്യം. നമ്മൾ ഈ 12 ലക്ഷം കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ ഇവരുടെ എല്ലാം ഫീഡ്ബാക്ക് ഞങ്ങളുടെ കയ്യിൽ ഡാറ്റയുണ്ട്. കാരണം ഞങ്ങൾ IT ഓറിയൻറ്റഡ് ആയിട്ടാണ് ഞങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കറക്റ്റ് അനലൈസിസ് ചെയ്ത് പക്കയായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കുറച്ച് വെൽനസ് റിസോർട്ടുകളും കൂടി ഞങ്ങളുടെ പ്രൊജക്ട്സിലുണ്ട്. അങ്ങനെ ഇതിനെല്ലാത്തിനെയും ഏകോപിപ്പിച്ച് സമൂഹത്തിൻ്റെ ഏത് തലത്തിലുള്ള വ്യക്തിയാണെങ്കിലും അവർക്കൊരു പ്രോപ്പർ ഹെർബൽ വെൽനസ് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ സൊല്യൂഷൻ. അതാണ് നമ്മളിപ്പോൾ എയിം ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ ലക്ഷ്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് സാധിക്കണം. കാരണം അത് ഒരാളുടെ മാത്രം ആവശ്യമല്ല. ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ നിങ്ങളുടെ ആ ഒരു ട്രസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ടീമിനേക്കാൾ ഉപരി അത് മലയാളികളുടെ, അല്ലെങ്കിൽ മലയാളികളുടെ അഭിമാനമായിട്ടെന്ന് തന്നെ പറയാം. മലയാളികളുടെ അഭിമാനമായിട്ട് ലോക മാർക്കറ്റിലേക്ക് നിങ്ങൾ ഇറങ്ങുക എന്ന് പറയുന്നത് ഞങ്ങളുടെ കൂടി ഒരാവശ്യമായിട്ട് അതിനെ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് ഒരുമിച്ചുള്ള ലക്ഷ്യം. ഞാൻ ഹോസ്പിറ്റലിലൊക്കെ വന്നപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഇതിന് മുന്നിലുള്ള ഡിസ്കഷനിലൊക്കെ ശ്രദ്ധിച്ചേക്കുന്ന ഒരു കാര്യം, അവിടെ കൂടുതൽ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഇത്രയും അധികം പെൺകുട്ടികൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഒരു സാരഥിയെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്തുകൊണ്ടാണ് ഇത്രയധികം ലേഡീസിനെ ജോലിക്കെടുത്തത്? അതും എസ്പെഷ്യലി ഈ ഒരു ഇൻഡസ്ട്രിയിൽ, ആയുർവേദ ഇൻഡസ്ട്രിയിൽ, അല്ലെങ്കിൽ ആ ഒരു ഹെർബൽ ഇൻഡസ്ട്രിയിൽ അത്രയും പെൺകുട്ടികൾക്ക് ജോലി കൊടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. എങ്ങനെയാണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? നമ്മുടെ ഗ്രാമത്തിൽ തന്നെ എല്ലാവരും പറയില്ല, ഒരു ട്രേഡ് ഫേം തുടങ്ങുമ്പോൾ നീ എന്താ എടപ്പള്ളി തുടങ്ങാഞ്ഞ്, അല്ലെങ്കിൽ നീ എന്താ എറണാകുളത്ത് തുടങ്ങാഞ്ഞ്, നീ എന്താ തൃശ്ശൂർ ടൗണിൽ തുടങ്ങാഞ്ഞ് എന്നൊക്കെ എന്നോട് പലരും ചോദിച്ചു. ഞാൻ നമ്മുടെ കൊച്ചു ഗ്രാമത്തിൽ തന്നെയാണ് ഈ 2 കടമുറി വാടകയ്ക്ക് എടുത്തത്. നമ്മുടെ പരിചയമുള്ളൊരു ചേട്ടൻ തന്നെയാണ് ആ 2 കടമുറി തന്നത്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള 2 പെൺകുട്ടികൾ തന്നെയാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്.
കാരണം ഞാൻ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ജോലി കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം എനിക്കുണ്ടായിരുന്നു. എന്ന് പണ്ടേ ആഗ്രഹിച്ച സ്വപ്നമാണോ? തീർച്ചയായിട്ടും. അതായത് നമ്മുടെ നാട്ടിലുള്ള 10 പേർക്ക് നമുക്കൊരു ജോലി കൊടുക്കാൻ പറ്റണം. കാരണം ആ നാട്ടിൽ വളർന്ന ഒന്നാണ് നമ്മൾ. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ വീട്ടുകാർ, നാട്ടുകാർ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ളൊരാഗ്രഹം പണ്ടേ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ സ്ഥാപനം തുടങ്ങുന്നത്. തുടങ്ങി ആദ്യം 2 പേര് വന്നു, അവിടെ ജോലി ചെയ്തു. പിന്നെ അവർ 2 പേര്, അവർ 2 ഫ്രണ്ട്സിനെ കൊണ്ടുവന്നു, അവരും ജോലി ചെയ്തു. അപ്പോൾ പിന്നെ ജോലി ചെയ്യാമെന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും നോക്കിയത് ഒരു നല്ല ആറ്റിറ്റ്യൂഡും ഒരു ബേസിക് വിദ്യാഭ്യാസം, ഇതൊരു ഡിഗ്രി ഓക്കെ ഉള്ള ഒരു നല്ല ആറ്റിറ്റ്യൂഡായിരിക്കണം. കാരണം കമ്പനിയോട് ആത്മാർത്ഥമുള്ള ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഡേ 1 മുതലുള്ള ടീം മെമ്പേഴ്സ് ഇപ്പോഴും എൻ്റെ ടീമിലുണ്ട്. അതായത് ഞാനീ പറഞ്ഞില്ല, ഈ നമ്മുടെ കമ്പനി തുടങ്ങിയപ്പോൾ മുതലുള്ള പെൺകുട്ടികൾ അവരന്ന് ജോയിൻ ചെയ്തപ്പോൾ എന്താ പറയുക, ഏറ്റവും താഴ്ന്നൊരു പൊസിഷൻ അല്ലെങ്കിൽ ഏറ്റവും സ്റ്റാർട്ടിങ് സപ്പോർട്ട് പൊസിഷനിൽ ഉണ്ടായിരുന്നവർ ഇപ്പോൾ സൂപ്പർവൈസറി പൊസിഷനിലും മാനേജർ പൊസിഷനിലും എത്തിയിട്ടുണ്ട്. ഞാൻ വിനോദേട്ടൻ ആദ്യം പറഞ്ഞ വാക്ക് ഇവിടെ നിന്ന് കടമെടുക്കുകയാണ്, വർക്ക് ടുഗദർ ഗ്രോ ടുഗദർ. കൃത്യമായിട്ട് ഇപ്പം നമ്മളുടെ കമ്പനിയിൽ ഇന്ന് മാനേജർ പൊസിഷനിലിരിക്കുന്ന എല്ലാവരും അസിസ്റ്റന്റ് പോസ്റ്റിൽ വന്നവരാണ്. അവരാണ് ഈ വിഷൻ ഞങ്ങൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുകയും അതിലേക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരും നമ്മുടെ കൂടെ ലോങ് ടൈമിൽ നിൽക്കുമെന്ന് ആഗ്രഹമുള്ളവരുമാണ് കയറി വന്നേക്കുന്ന എല്ലാവരും. അതിൽ എന്താ പറയുക, ഇപ്പോഴത്തെ GM മുതൽ എല്ലാവരും അങ്ങനെ അക്കൗണ്ടൻറ്റ് പൊസിഷനിൽ വന്ന ആളാണ് ഇന്ന് നമ്മുടെ GM പൊസിഷനിൽ. അപ്പോൾ അവരെല്ലാവരും പഠിക്കുന്നുണ്ട്, അവരെല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്, അവരെല്ലാവരും നമ്മളെ ആത്മാർത്ഥമായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഈ ടീമിലേക്ക് വന്നു ചേർന്ന എല്ലാം പെൺകുട്ടികളായിരുന്നു. കാരണം കോവിഡ് കഴിഞ്ഞ് ഉള്ള സിറ്റുവേഷൻ, എല്ലാവരും കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ നിൽക്കണം, എന്നാൽ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി കഴിയുമ്പോൾ ജോലിക്ക് പോകാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. പിന്നെ നമുക്ക് ഡേ ടൈം മാത്രമേ നമുക്ക് ജോലിയുള്ളൂ. അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വിദ്യാസമ്പന്നരായ പെൺകുട്ടികളെല്ലാവരും ആപ്ലിക്കേഷൻസ് വന്നു തുടങ്ങി. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഒരു 10,000-3000 CV ഒക്കെ ഇരിപ്പുണ്ട് അവിടെ. ഞാൻ ആ നാട്ടിലുള്ള അതിൻ്റെ അടുത്ത പഞ്ചായത്തിലുള്ള ഒരുപാട് പേര്, കാരണം ഇത്രയും സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം, ഇത്രയും ലേഡീസ് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ അതിലേക്ക് അങ്ങനെ ഒരുപാട് പേര് CV കൊണ്ടുവരും. കുറച്ച് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇനി അതേ ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു തീരുമാനം. കാരണം നല്ല ആത്മാർത്ഥയാണ്, എല്ലാവരും നല്ല സ്നേഹമാണ്. പിന്നെ എപ്പോഴും പെൺകുട്ടികൾ കൂടുതൽ നോക്കുന്ന ഇവിടെ കംഫർട്ടബിൾ ആണോ അല്ലേ. എപ്പോഴും ഒരു സ്ഥാപനം എന്ന് പറഞ്ഞ് ചിന്തിക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും അവിടെ കംഫർട്ടബിൾ ആയിരിക്കും, അവിടെ സേഫ് ആയിരിക്കും. അപ്പോൾ എല്ലാം മാനേജ് ചെയ്യുന്നവർ തന്നെയാണ്. പിന്നെ കുഴപ്പമില്ലല്ലോ, എല്ലാം മാനേജേഴ്സ് പെൺകുട്ടികൾ തന്നെയാണ്, അവർ രണ്ടിൽ തന്നെയാണ് അവർ ജോലി ചെയ്യുന്നത്. അങ്ങനെ വന്നു എന്നുള്ളൂ. അല്ല ഞാനൊരു പർപ്പസിൽ, പിന്നെ സ്ത്രീ ശാക്തീകരണമൊക്കെ നല്ല കാര്യം തന്നെ. കാരണം എനിക്കും ഒരു മകളാണ്, 21 വയസ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ പെൺകുട്ടികൾ ശക്തി പ്രാപിക്കണം. അതെ, തീർച്ചയായിട്ടും ശക്തി പ്രാപിക്കണം. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, എല്ലാം ഈക്വലിസമാണ്. അല്ലാണ്ട് പണ്ടത്തെ കാലഘട്ടം ഒന്നുമല്ല, പെൺകുട്ടികൾക്ക് അതില്ല അല്ലെങ്കിൽ ആൺകുട്ടി അതൊന്നുമല്ല, എല്ലാവരും ഈക്വലാണ് അല്ലേ. അങ്ങനെ തന്നെ എൻ്റെ മോളിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ പറയും, അച്ഛാ ഞാനൊരാൾ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ ആൾക്ക് കുക്കിംഗ് ഒക്കെ അറിയണം കേട്ടോ, അല്ല എക്സാമ്പിളാണ്. അപ്പോൾ എല്ലാം ഒരുമിച്ച് ചെയ്യണം, അല്ലാണ്ട് ആളെ കൊണ്ട് കുക്ക് ചെയ്യിക്കാനല്ല, എല്ലാം അറിഞ്ഞിരിക്കണം. എല്ലാം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. ഒരു ഈക്വലിസം തന്നെ നടക്കട്ടെ. ഈക്വലിസം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ മൊത്തം പെൺകുട്ടികളാണ്. ഈക്വലിസം ഒന്നുമില്ല, ഇപ്പൊ നമ്മള് കുറച്ച് ആൺപിള്ളേരും ബാക്കി മൊത്തം പെൺപിള്ളേരാണെന്നല്ലേ. അത് കൊള്ളാം. ഈ അത്രയും വർഷത്തെ കോർപ്പറേറ്റ് ജീവിതം, അന്ന് ഈ പറയുന്ന മുണ്ട് ഷർട്ടൊന്നുമല്ല, അന്ന് നല്ല കോട്ടൊക്കെ ഇട്ട് ടൈ ഒക്കെ കെട്ടി ഷൂ ഒക്കെ ഇട്ട് വലിയൊരു ഓഫീസ്. ഇപ്പം ഞങ്ങൾ ലൂക്കറി ലീഡി എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ ഓണറോട് ഇടയ്ക്ക് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കാറുണ്ട്, അത്രയും വലിയ ഓഫീസിൽ നിന്നും ഒരു ചെറിയ ഓഫീസിലേക്ക് സ്വന്തമായി തുടങ്ങിയതാണ്, പക്ഷേ ചെറിയ ഓഫീസ്, അതിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നൊരു മാറ്റമുണ്ട്. അദ്ദേഹത്തിനും അങ്ങനെ ഒരു സ്റ്റോറി പറയാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിനോദേട്ടനോട് ചോദിക്കുകയാണ്, അത്രയും വലിയൊരു പൊസിഷനിൽ നിന്ന് 18,000 സ്റ്റാഫുള്ളൊരു സ്ഥാപനത്തിൻ്റെ VP പൊസിഷനിൽ നിന്ന് തിരിച്ച് ഈ ആലുവയിൽ ആ ഒരു കൊച്ചു ഷട്ടർ മുറിയിലേക്ക് 2 എംപ്ലോയീസിനെ മാത്രം നോക്കുന്ന ഒരു മുതലാളിയായിട്ടാണ് തിരിച്ചു വരുന്നത്. ആ ഒരു തിരിച്ചുവരവിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ ഇതിനെ വളരെ രസകരമായിട്ട് പറയാം. ഇപ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിലൊക്കെ ഞാനിപ്പോഴും പോയി വിസിറ്റ് ചെയ്യലും ഒക്കെ ഉണ്ട്. ഞാനങ്ങനെ പോയി ഒരു ക്യാബിനിലിരിക്കുമെന്നല്ല, ഞാൻ എല്ലാവരുടെ ഉള്ളിലൂടെ നടക്കുന്ന ആളാണ്. അപ്പോൾ ഇടയ്ക്ക് നടക്കുമ്പോൾ എന്നോട് ആരെങ്കിലും വന്ന് ചോദിക്കും, നിങ്ങളാരാന്ന് ചോദിക്കും. ഞാനിവിടുത്തെ ഡ്രൈവറാണെന്ന് പറയാറ്. അപ്പോൾ ഡ്രൈവർ എന്ന് പറയുമ്പോൾ ഒരു സാരഥി എന്നൊരർത്ഥം കൂടി അതിനുണ്ട്. അപ്പോൾ ഞാനെപ്പോഴും അങ്ങനൊരു സിമ്പിൾ ലൈഫ് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഈ പൊസിഷൻ എന്ന് പറയുന്നതൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഈശ്വരൻ നൽകുന്നതാണ് അല്ലേ. അല്ലാതെ നമ്മളതൊരു കർമ്മപദമാണ്. നമ്മുടെ കർമ്മം എന്താണോ ആ കർമ്മത്തിൽ നമ്മൾ ആ പൊസിഷൻ, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വലിപ്പ ചെറുപ്പങ്ങളൊന്നും
ആർക്കിടയിലും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എല്ലാവരും സമത്വമാണ്. ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്. അത് ഇനിയുള്ള കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം അടുത്തൊരു ജനറേഷൻ, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ വീട്ടിൽ തന്നെ 3 ഏജിലുള്ള കുട്ടികളാണ്. 6 വയസ്സുള്ള ഒരാൾ, 12 വയസ്സുള്ള ഒരാൾ, പിന്നെ 21 വയസ്സുള്ള ആൾ, അങ്ങനെ 3 ഏജിൽ തന്നെയാണ്. അനിയൻ്റെ മക്കളും എല്ലാം കൂടെ. അപ്പോൾ ഇവരൊക്കെ ആണെങ്കിൽ നമ്മൾ അവരോട് സ്നേഹത്തിലും ബഹുമാനത്തിലും പെരുമാറിയാലേ അവരിഞ്ഞി തിരിച്ചു തരുള്ളൂ. തീർച്ചയായിട്ടും. അല്ല നമ്മുടെയൊക്കെ ഒരു ചെറുപ്പത്തിൽ കാരണവന്മാർ ശാസിക്കണ പോലെയോ അങ്ങനെയൊന്നും ഇനിയുള്ള കാലത്ത് അങ്ങനെ ഒരു പരിധി വിട്ടുള്ള ശാസനങ്ങളൊന്നും നടക്കില്ല. നല്ലത് സ്നേഹത്തിൽ പറഞ്ഞു കൊടുക്കുക, ഒരു കേൾക്കും. ഞാൻ മനസ്സിലാക്കണതാട്ടോ, തെറ്റാണോ അതാണ് ഇപ്പോഴത്തെ റിയാലിറ്റി. അതാണ് നമ്മൾ അവരുടെ ഫ്രണ്ട്സ് ആവുക. ഇത് തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ വളരെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൽ നല്ലൊരു ഇപ്പം ഞാൻ പറയും, നമ്മുടെ ഓഫീസിൽ തന്നെ ഒരു ദിവസം വരൂ, ഞാൻ പറയും ഇവിടെ എല്ലാവരും ചിരിച്ചല്ലേ ഇരിക്കുന്നത് ചോദിക്കാൻ പറയും. അതായത് ആരും ഭയങ്കര സ്ട്രെസ്ഡായിട്ടും ടെൻഷനായിട്ടൊന്നും ഇരിക്കില്ല. വളരെ കാം ആൻഡ് കൂളായിട്ട് പ്ലാൻ ചെയ്ത് കൃത്യമായി അവനവൻ്റെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ. അല്ലാണ്ട് ഭയങ്കര ടെൻഷൻ അടിച്ച് സ്ട്രെസ് അടിച്ച് നമ്മൾ വർക്ക് ചെയ്യേണ്ട അങ്ങനത്തെ ഒരു ലൈഫ് വേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് എൻ്റെ. നമ്മൾ വളരെ കൂളായിട്ട് എല്ലാത്തിനെയും നമ്മൾ എന്താ പറയുക, സ്ലോ ആൻഡ് സ്റ്റഡി എന്നുള്ള പോലെ നമുക്ക് അങ്ങ് പോയാൽ മതി. പിന്നെ എത്രയായാലും നമ്മളൊരു നാടൻ മലയാളിയാണല്ലോ, ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ നാടൻ മലയാളിയാണ്. അമ്പലത്തിൽ പോകുമ്പോൾ സാധാരണ നമ്മൾ പാൻറ്റിട്ട് പോകാറില്ല, മുണ്ടെടുത്താണ് പോകാറ്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷങ്ങളിലൊന്നാണ് മുണ്ടും ഷർട്ടും. പുറത്ത് എന്താ പറയുക, വളരെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഖത്തറിൽ വെച്ച് അവിടെ ഖത്തർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതിൻ്റെ ഉള്ളൊരു ഓഡിറ്റോറിയം ഉണ്ട്. അവിടെ വെച്ചിട്ട് വലിയൊരു പരിപാടി നടന്നു. ഞാൻ മാത്രം മുണ്ട് ഷർട്ട് എടുത്ത് പോയൊരു ദിവസം ഉണ്ടായി. അതൊരു വാശിക്ക് പോയതാട്ടോ, കൂട്ടുകാരായിട്ടൊക്കെ ബെറ്റ് വെച്ചിട്ടൊക്കെ. ശരിക്കും അവിടെ അത് അനുവദിക്കില്ല, കാരണം ആ ഡ്രസ് കോഡ് അങ്ങനെ കയറ്റി. പിന്നെ ഞാൻ എൻ്റെ ഞാൻ ആ ഒരു എയർഫോഴ്സിനൊക്കെയാണ് സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്നത്. അപ്പോൾ കുറച്ചും ഇവിടെ ഖത്തറി ഫ്രണ്ട്സൊക്കെ ഇവിടെ കൂടെ ഉണ്ടായി. അപ്പോൾ അവരുടെ ഈ വേഷം ഈ അവിടുത്തെ അറബിക് ഡ്രസ്സാണല്ലോ. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഈ ഒരു വേഷം കണ്ടപ്പോൾ അവർക്കൊരു വെറൈറ്റി ആയിട്ട്, അപ്പോൾ അവരുടെ കൂടെ അങ്ങനെ കയറി പോയി കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ എന്നിരുന്നാലും മുണ്ട് ഷർട്ട് തന്നെ നമുക്കൊരു സമാധാനത്തിൻ്റെ ഡ്രസ്സാണെന്ന് എപ്പോഴും എനിക്കൊരു ഫീലുണ്ട്. കാരണം നമ്മളൊരു മുണ്ട് ഷർട്ടൊക്കെ കൊടുത്ത് സിമ്പിളായിട്ട് നിൽക്കുമ്പോൾ നമുക്കൊരു വളരെ സന്തോഷവും സമാധാനവും നമ്മുടെ നാടൻ എന്നുള്ള ഒരു ഫീല് കോട്ടും സൂട്ടും ഉപേക്ഷിച്ച് വന്നപ്പോൾ കുറച്ച് സന്തോഷം സമാധാനവും ഞാൻ പറയണില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇനി ഇടയ്ക്ക് അത് ഉപയോഗിക്കേണ്ടിയൊക്കെ വരും. കാരണം ഇപ്പോൾ നമ്മൾ പുറത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ഡ്രസ് കോഡ് അതാണ്. ഇപ്പോൾ നമ്മളൊരു സ്വിസ് കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു മിഡിൽ ഈസ്റ്റ് കമ്പനിയായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ അനുസരിച്ചുള്ള അവർക്കതൊരു സ്റ്റാൻഡേർഡ് ഡിഗ്നിറ്റി മാറ്ററാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഇവിടുത്തെ പല ബിസിനസ്സുകാരാണെങ്കിലും അവിടെ ചെയ്യുമ്പോൾ നമ്മൾ കോട്ട് സൂട്ട് എന്ന് പറയുന്നത് അത് അവിടുത്തെ ഒരു ആവശ്യമാണ്, അത്രേ ഉള്ളൂ. അതിനുവേണ്ടി ഉപയോഗിക്കുക. അത് ഈ നാട്ടിൽ വന്ന് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സെന്ന് പറയുന്നത് പ്രത്യേകിച്ച് അടുത്ത ജനറേഷൻ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുള്ളൂ. നമുക്ക് ഏതാണോ കംഫർട്ടബിൾ അത് ധരിക്കുക. അപ്പോൾ മുണ്ട് ഷർട്ട് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വേഷമാണ്. സമാധാനം തരുന്നൊരു വേഷമാണ്. നമുക്കൊരു നല്ല കാരണം നമ്മളാ നാട്ടിൽ തന്നെ നിൽക്കണമെന്നുള്ള ഒരു ഫീൽ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആയുർവേദവും ഹെർബൽ എന്നൊക്കെ ഞാൻ പറയുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം അത് തന്നെയാണ്. അതായത് നമ്മുടെ നാട്ടിലെ പെണ്ടിപ്പുളം കറി, കുടപ്പൻ തോരൻ, താളുകുളം കറി, ഇതൊക്കെ വളരെ ഇഷ്ടമുള്ള ആളാണ് ഞാൻ. ഒരു 10-15 കൊല്ലം എനിക്കിതൊക്കെ മിസ്സായതാണ്. അപ്പോൾ ഇപ്പോൾ ഒന്നും വിടാറില്ല. ഇങ്ങനെയുള്ള നമ്മുടെ നാടൻ ഭക്ഷണങ്ങളും നാടൻ രീതിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ എന്നോട് തുടക്കത്തിൽ പറഞ്ഞു 15ാമത്തെ വയസ്സിൽ വീട് നഷ്ടപ്പെട്ടു, പിന്നീട് ആ വീട് ഉണ്ടാക്കുന്ന 20 വർഷങ്ങൾക്ക് ഇപ്പുറമാണ്. ഇന്ന് ഒരു 500-ലധികം എംപ്ലോയീസിന് ജോലി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ 12 ലക്ഷത്തിലധികം കസ്റ്റമേഴ്സിൻ്റെ നല്ല ഫീഡ്ബാക്ക് കേൾക്കുന്നൊരു സംരംഭകനാണ്. അങ്ങനെ ലൈഫിൽ ഒരുപാട് പ്രൗഡ് മൊമെൻറ്റ്സ് ഉണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ വിനോദേട്ടൻ്റെ ലൈഫിൽ വിനോദേട്ടൻ്റെ ഹൃദയത്തോട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രൗഡ് മൊമെൻ്റ് എന്തായിരിക്കും? 15ാമത്തെ വയസ്സിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എല്ലാം പതുക്കെ പതുക്കെ തിരിച്ചു പിടിച്ചു. അതിനേക്കാൾ ഉപരി എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെയുണ്ട്. വളരെ സന്തോഷമായിട്ട് എനിക്കവരെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ പ്രൗഡ്. അതിന് ഭഗവാൻ എനിക്ക് അവസരം തന്നു. കാരണം നമുക്കത് അവസരം കിട്ടിക്കൊള്ളുന്നില്ലല്ലോ. അപ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ നന്മയും അവർ കൂടെ വേണം ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. അവരുടെ ആ ഒരു അനുഗ്രഹമായിരിക്കും ഇത്രയും വളരെ, കാരണം 5 വർഷം കൊണ്ട് 500 എംപ്ലോയീസിലേക്ക് എത്തുക എന്ന് പറയുന്നത് ചെറിയ വളർച്ചയല്ല. അതൊരു പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയും അസൂയയോടെ നോക്കിക്കാണ്ടൊരു വളർച്ചയാണ്. പക്ഷേ ആ അസൂയയും കണ്ണൊന്നും പെടാതെ നമുക്ക് വളരാൻ സാധിക്കുന്നത് അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹമായിരിക്കും. അല്ലെങ്കിൽ എൻ്റെ മകൻ ചെയ്യുന്നതെല്ലാം ശരിയായിട്ട് തിരിച്ചു വരണേ എന്ന് പറഞ്ഞ് ഭഗവാന്റെ മുമ്പിൽ കൈകൂപ്പുന്ന 2 കരങ്ങളായിരിക്കാം അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. ഈ ഒരു ബ്രാൻഡിൻ്റെ സ്റ്റോറിയേക്കാൾ ഉപരി എനിക്ക് ആ പ്രസ്ഥാനത്തോട് നിങ്ങൾ കാണിക്കുന്ന ആ ഒരു ആത്മാർത്ഥത, ആ ഒരു പ്രസ്ഥാനം വളരാൻ വേണ്ടി എടുക്കുന്ന കുറേ ഡെഡിക്കേഷൻ, ആ ടീമിൻ്റെ ഒരു സ്ട്രെങ്ത്, ആ ഒരു ടീം വർക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇന്ന് ഇൻ്റർവ്യൂവിൽ നിന്ന് എടുക്കുകയാണ്.
അപ്പോൾ ഇനിയും ഈ ബ്രാൻഡ് ഒരുപാട് വളരട്ടെ. നാളെ ലോകത്തിൻ്റെ എല്ലായിടത്ത് പോയാലും ഹെർബലി ടച്ചിൻ്റെ പ്രൊഡക്റ്റുകൾ ലോകമെമ്പാടും എത്തട്ടെ. അതിനേക്കാൾ ഉപരി നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച 40 വർഷം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ലെഗസീനെ നമുക്ക് മറ്റുള്ളവർക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നോടെ ഈ എപ്പിസോഡിൽ വീണ്ടും വരണം. അന്ന് നമ്മുടെ വിഷനും നമ്മൾ കണ്ട ഡ്രീമിൻ്റെ വിഷനാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്. ആ ഡ്രീമും വിഷനെല്ലാം സാക്ഷാത്കരിച്ചതിന് ശേഷം ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് വരണം. അന്ന് പറയണം, സായിപ്പിനെയും മദാമേനെയും ഒക്കെ ഞാൻ ഇന്ന് ഹെർബലി ടച്ചിൻ്റെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്ര രാജ്യങ്ങളിൽ നമ്മുടെ സർവീസ് എടുക്കുന്നുണ്ട്, ഇത്ര പേർക്ക് ഞാൻ ഇന്ന രാജ്യങ്ങളിൽ ജോലി കൊടുക്കുന്നുണ്ടെന്ന് പറയാൻ പാകത്തിന് തിരിച്ചു വരണമെന്ന ആഗ്രഹത്തോടെ ഞാൻ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ തുടങ്ങുമ്പോൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ 5 വർഷത്തെ ഗ്രോത്തിനെ കുറിച്ചാണ്. പക്ഷേ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് ഒരു മനുഷ്യസ്നേഹിയായ, അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തെ അത്രത്തോളം ചേർത്ത് നിർത്തുന്ന, തൻ്റെ കുടുംബത്തെ പോലെ തന്നെ തൻ്റെ അടുത്തേക്ക് വരുന്ന ഓരോ മനുഷ്യനെയും അവരുടെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ കൂടി സൂക്ഷിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. മറിച്ച് ഈ പ്രയാസങ്ങളെ ഡാറ്റയാക്കി മാറ്റി ആ ഡാറ്റയ്ക്ക് സൊല്യൂഷൻ കണ്ടെത്തുന്ന ഒരു സംരംഭകനെ കൂടിയാണ്. നമുക്ക് സ്വപ്നം കാണാം ഹെർബലി വളരുന്നത്. ആ ഒരു വളർച്ചയിൽ നമുക്കും ഭാഗവാക്കാകാം. സന്തോഷം. അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.